കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ധാരണയായി. റിജിൽ മാക്കുറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകും. ശ്രീജ മഠത്തിൽ, അഡ്വക്കേറ്റ് ലിഷ ദീപക്, അഡ്വക്കേറ്റ് സോന ജയറാം എന്നിവർ അധ്യക്ഷന്മാരാകും. അതേസമയം ധനകാര്യം കൂടാതെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ലീഗ്. മനോജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനോജ്, കണ്ണൂർ കോർപ്പറേഷനിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരുടെ കാര്യത്തിൽ കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട്. പക്ഷേ ലീഗ് ഇത്തവണ 4 ചെയർമാൻ സ്ഥാനം വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ ആവശ്യം കോൺഗ്രസ് അംഗീകരിക്കുമോ അതോ നേരത്തെയുള്ള നില തന്നെ തുടരാനാണോ സാധ്യത? അർജുൻ, കണ്ണൂർ കോർപ്പറേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം സംബന്ധിച്ച് UDF-ൽ ഇപ്പോഴും തർക്കം തുടരുകയാണ്. ലീഗ് ഒരു ചെയർമാൻ സ്ഥാനം അധികം ചോദിച്ചെങ്കിലും നൽകാൻ ഇതുവരെ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇന്നും ഈ ചർച്ച ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 6-നാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പ് കണ്ണൂർ കോർപ്പറേഷനിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അതിനു മുമ്പ് തന്നെ ഇക്കാര്യത്തിൽ ധാരണയാക്കണം. കാരണം ഓരോ അംഗങ്ങളെ ഏതൊക്കെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തണം എന്ന കാര്യത്തിൽ ഈ ചെയർമാൻ ആരാകണം എന്നുള്ളതിൽ കൂടിയുള്ള ഒരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് ഈ കഴിഞ്ഞ തവണ ഡെപ്യൂട്ടി മേയർ വഹിക്കുന്ന ധനകാര്യം ഉൾപ്പെടെ 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങളാണ് ലീഗിന് ഉണ്ടായിരുന്നത്. അതേ നില തുടരണമെന്നാണ് ലീഗുമായുള്ള ചർച്ചയിൽ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് എടുത്ത നിലപാട്. ഈ കോൺഗ്രസിന്റെ കോർ കമ്മിറ്റി ചേർന്ന് 5 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനങ്ങൾ കോൺഗ്രസിന് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഈ ആകെ 8 ധനകാര്യമടക്കം 8 സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കോർപ്പറേഷൻ ഉള്ളത്. ഈ ചെയർമാൻമാരുടെ കാര്യത്തിലും കോൺഗ്രസിൽ ധാരണയായിട്ടുണ്ട്. പാർലമെന്ററി പാർട്ടി നേതാവായ റിജിൽ മാക്കുറ്റിയെ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജ മഠത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാകും. അഡ്വക്കേറ്റ് ലിഷ ദീപക് വികസനത്തിലും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആകും എന്ന് പാർട്ടി ധാരണയായിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി അഡ്വക്കേറ്റ് സോണ ജയറാമിനെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലീഗിന് കൊടുക്കേണ്ടി വന്നിട്ടില്ലെങ്കിൽ ടി പ്രദീപൻ, എടച്ചൊവ്വയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ടി പ്രദീപൻ ആയിരിക്കും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. ക്ഷേമം, നഗരാസൂത്രണം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളാണ് കഴിഞ്ഞ തവണ ലീഗിന് നൽകിയിരുന്നത്. നഗരാസൂത്രണത്തിൽ പി ഷമീമ ടീച്ചറെയാണ് ലീഗ് പരിഗണിക്കുന്നത്. അടുത്ത തവണ ടേം വ്യവസ്ഥയിൽ മേയർ സ്ഥാനം ലഭിക്കുമ്പോൾ ഷമീമ ടീച്ചറാകും മേയർ എന്നും ലീഗിൽ ധാരണയായിട്ടുണ്ട്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായി താണയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട റിഷാം താണയായി ആയിരിക്കും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായി വരിക. ടാക്സ് അപ്പീൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനമെങ്കിലും വിട്ടുകിട്ടണം എന്ന ആവശ്യത്തിൽ ലീഗ് കടുത്ത സമ്മർദ്ദമാണ് കോൺഗ്രസിൽ ചെലുത്തുന്നത്. ഡെപ്യൂട്ടി മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും ഡെപ്യൂട്ടി മേയർ KP താഹിർ, MP മുഹമ്മദ് അലി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസുമായി നിരന്തരം ചർച്ച തുടരുകയാണ്. ഒരു തരത്തിലും ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ച വേണ്ട എന്ന് മുസ്ലിം ലീഗ് തീരുമാനിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണയും ഇത്തരത്തിലുള്ള ആവശ്യം ലീഗ് മുന്നോട്ട് വെച്ചതാണ്, പക്ഷേ നൽകിയിരുന്നില്ല. ഈ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മാറുമ്പോൾ, അതായത് ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അവർക്ക് നഷ്ടമാകുന്ന ഘട്ടത്തിൽ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധികമായി നൽകാം എന്ന ഒരു ധാരണ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു. പക്ഷെ അത് പാലിക്കപ്പെട്ടിട്ടില്ല. ഇത്തവണയും അത്തരമൊരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഈ 2.5 വർഷം കഴിയുമ്പോൾ ഈ ഡെപ്യൂട്ടി മേയർ മാറുമ്പോൾ ടാക്സ് അപ്പീൽ എന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ലീഗിന് നൽകാം എന്ന ഒരു കാര്യം കോൺഗ്രസ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ അത് ലീഗ് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ, അതായത് ഈ ആദ്യ ടേമിൽ തന്നെ അത് തങ്ങൾക്ക് കിട്ടണം എന്നാണ് ലീഗിന്റെ ഒരു ആവശ്യം. ഇന്ന് 2 വട്ടം കോൺഗ്രസ് ലീഗ് ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിലൊന്നും ഇതുവരെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ 5 കൗൺസിലർമാർക്ക് ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന രീതിയിൽ തീരുമാനം ഉണ്ടാകണമെന്നാണ് ലീഗിന്റെ ആവശ്യം. അതായത് ലീഗിന് 15 അംഗങ്ങളാണുള്ളത്. അപ്പോൾ സ്വാഭാവികമായും 3 സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ലഭിക്കണം. ഡെപ്യൂട്ടി മേയർ വഹിക്കുന്ന ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അത് മാറ്റി നിർത്തണം. ഡെപ്യൂട്ടി മേയർ എന്ന ഒരു പദവി മാത്രമേ അതിനെ കണക്കാക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് ലീഗ് ഈ ചർച്ചയിലുടനീളം എടുത്ത ഒരു തീരുമാനം. എന്തായാലും ഇപ്പോഴും ചർച്ച തുടരുന്നുണ്ട്. ലീഗ് അതിശക്തമായ സമ്മർദ്ദം ഇക്കാര്യത്തിൽ ചെലുത്തുന്നുമുണ്ട്. ഇക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ മറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളുടെ കാര്യത്തിൽ എന്തൊക്കെ തീരുമാനമെടുക്കണം എന്നതിനെ കുറിച്ച് ആലോചിക്കാൻ ലീഗ് യോഗം വിളിച്ചിട്ടുണ്ട്. ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്ന് തന്നെയാണ് ലീഗ് ഇപ്പോൾ എടുത്തിട്ടുള്ള തീരുമാനം. അർജുൻ.